സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബിനാൻസിൻ്റെ വെബ്3 വാളറ്റും അതുപോലെ കാറുമായിട്ട് കമ്പയിൻ ചെയ്ത് നടത്തുന്ന എയർ ഡ്രോപ്പാണ്. സോ നമുക്കിവിടെ കാണാം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതായത് 30,000 USDയും അതുപോലെ തന്നെ 1 മില്യൺ കാർ ടോക്കണാണ് അവർ ഗീവ് കൊടുക്കാൻ പോകുന്നത്. സോ ഇത് സ്റ്റാർട്ടായത് 5-ാം തീയതിയാണ് സ്റ്റാർട്ടായത്. ക്യാമ്പയിൻ എൻഡ് ആവുന്നത് 26-ാം തീയതി ഓഗസ്റ്റിന് എൻഡ് ആവുന്നത്. സോ നമുക്ക് കുറച്ച് ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ബിനാൻസ് പോലെ കമ്പനിയാണ് ഇത് എയർ ഡ്രോപ്പ് കൊടുക്കുന്നത്. അപ്പം കിട്ടാനുള്ള ചാൻസ് നമുക്ക് നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പം നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് ബിനാൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ അതിൻ്റെ നമ്മൾ ബിനാൻസിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ബിനാൻസ് എടുക്കാത്തവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലുകൾ കയറി ഡൗൺലോഡ് ചെയ്യുക. സോ ബാക്കി സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്റ്റെപ്പായിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ്. സോ ഇതുപോലെ നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബിനാൻസ് ആപ്പ് ഓപ്പൺ ആകുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. സോ അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ബിനാൻസ് പ്രോ വേർഷനിൽ ഇരിക്കുന്ന ഉറപ്പ് വരുത്തുക. അപ്പോൾ ബിനാൻസ് പ്രോയിലേക്ക് നമ്മൾ സ്വിച്ച് ആക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ വാളറ്റിൻ്റെ അങ്ങോട്ട് പോകും. വാളറ്റ് സെക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് മേളിൽ കാണുന്ന എക്സ്ചേഞ്ച് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് മേളിൽ വെബ്3 കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെബ്3 ടാപ്പ് ചെയ്യും. വെബ്3 അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വെബ്3 വാളറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ വെബ്3 വാളറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് നമുക്കിവിടെ കാണാം ഒരു ജോയിൻ എക്സ്ക്ലൂസീവ് 1 മില്യൺ കാർ ടോക്കൺ എയർ ഡ്രോപ്പ്. ഒരു ബാനർ, ഇവിടെ 2-3 ബാനർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാർവിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്ന എയർ ഡ്രോപ്പ്. സോ അത് ക്ലിക്ക് ചെയ്യുക, ടാപ്പ് ചെയ്യുക. സോ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നമുക്കിവിടെ മുകളിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം. പക്ഷെ നമ്മൾ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻവൈറ്റ് ഒരു ബോണസ് ഉണ്ട്. അതായത് എനിക്കൊരു 10 പോയിന്റ് കിട്ടും, നിങ്ങൾക്ക് കയറുവാണെങ്കിൽ ഒരു 5 പോയിന്റ്, അതായത് റെഫറൽ ബോണസ് ആയിട്ട് 5 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടത്തില്ല. സോ 5 പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ മുകളിൽ ഇവിടെ ഒരു ബാർ ഉണ്ടല്ലോ, സെർച്ച് ബാർ പോലെ, ആ ബാർ ടാപ്പ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ വരുമ്പോഴത്തേക്കും ഇത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഫുള്ള് കട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ. കട്ട് ചെയ്തിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിങ്ക്. ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. അത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് കൊടുക്കുക. ഓക്കെ, ആ സെർച്ച് എടുക്കാൻ നേരത്ത് നമുക്ക് അപ്പോൾ അവിടെ ലോഗിൻ അപ്പം എന്നിട്ട് ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ വരും. എന്നിട്ട് അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മേളിൽ ഇവിടെ നമ്മുടെ അഡ്രസ്സ് ഇവിടെ കാണിക്കും. അതുപോലെ അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെ പോയിന്റ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കിവിടെ ബൈൻഡ് അക്കൗണ്ട് സെക്ഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ബൈൻഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ബൈൻഡ് ചെയ്ത് വെക്കുക. അതായത് ടെലിഗ്രാം, ട്വിറ്ററൊക്കെ. പിന്നെ മെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും നമ്മുടെ സെക്കൻഡറി, അതായത് ഗീവ് അവേക്കൊക്കെ വേണ്ടി വെക്കുന്ന മാറ്റി വെക്കുന്ന മെയിൽ വെച്ച് മാത്രം നമ്മൾ വെരിഫൈ ചെയ്യുക. പിന്നെ താഴോട്ട് ഓരോ ടാസ്കുകളൊക്കെ ചെയ്ത് നമ്മൾ പോയിന്റ് ചെയ്യാൻ ചെയ്യുക. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബിനാൻസിൻ്റെ ഒരു പ്ലേ ആൻഡ് ഒരു ടാസ്ക് ഉണ്ട്. സോ നമ്മുടെ ഈ എയർ ഡ്രോപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫേസ് ആണ്. അതായത് നമുക്ക് 50 പോയിന്റ്സ് വരെ കളക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ട് ഇവിടെ. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ചെയ്തുകൊണ്ട് ഇവിടെ ടിക്ക് കാണിക്കുന്നു. നിങ്ങൾക്ക് അവിടെ ടിക്കിന് വരെ ഒരു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ ഒരു അഡ്രസ്സ് കോപ്പിയുള്ള ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം അതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. എന്നിട്ട് നമ്മൾ DNS സെലക്ട് ചെയ്യുക. അതിൽ പ്രൈവറ്റ് DNS എടുത്തിട്ട് അതിൽ നമ്മൾ ഈ കസ്റ്റമിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ DNS.google.com അടിച്ചെടുക്കുക. ഓക്കെ, DNS.google.com. എന്നിട്ട് സേവ് കൊടുത്തിട്ട് നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫോൺ റീസ്റ്റാർട്ട് ആയിട്ട് വന്നിട്ട് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ പേരാണ് മൈസിസ് ബ്രൗസർ വേണ്ടിട്ട്. മൈസിസ് ബ്രൗസർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വരും, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ DNS ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ആക്കിയിട്ട് നമ്മൾ നേരെ ബിനാൻസ് വാളറ്റ് എടുക്കുക. അതിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവന്റിലേക്ക് കയറുക. എന്നിട്ട് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ, അതായത് വീക്കിലി ഉള്ളൊരു ഇവന്റ് ആണ്. അതായത് നമുക്ക് 50 പോയിന്റ് വരെ എൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 50 പോയിന്റ് എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യല് വലിയ പാടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൈസിസ് വാൾട്ടില്ലേ, അതായത് മൈസിസ് ബ്രൗസർ, അതിലേക്ക് പോകുക. എന്നിട്ട് നമ്മൾ സെർച്ചിനവിടെ പോയിട്ട് ഇതൊന്ന് സെർച്ച് ആക്കുക. എന്നിട്ട് അത് വെയിറ്റ് ചെയ്യുക, ലോഡാവട്ടെ. അപ്പോൾ എന്തായാലും ഇത് 50 പോയിന്റ് ആയതുകൊണ്ട് തന്നെ മിസ്സാക്കണ്ട. മറ്റേതൊക്കെ നമുക്ക് 10 പോയിന്റ് വെച്ച് കിട്ടുള്ളൂ. സോ ഇത് നല്ലൊരു കൂടിയൊരു എമൗണ്ട് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലോഡായിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് താഴോട്ടൊന്ന് പോവാം. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് താഴോട്ട് പോവാം. അതിന് മേലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം, അതായത് റോണിനുണ്ട്, OPBNB ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ OPBNB സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ലോഗിൻ ഓപ്ഷൻ, ലോഗിൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ബിനാൻസ് വെബ്3 വാലറ്റ് ഓപ്ഷൻ വരും. അത് ടാപ്പ് ചെയ്യാം. ഇത് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ബിനാൻസിലേക്ക് ഒരു റീഡയറക്റ്റ് ആവും. എന്നിട്ട് നമുക്കൊരു സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ വന്നിട്ട് ഒരു കണക്ട് ചെയ്യാൻ വന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ വെബ്3 വാലറ്റും കളർ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്.
ഓക്കെ, സൈൻ ഇൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യണേ. സോ ഇത് നമ്മൾ ചെയ്താലും ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ മേളിൽ ലോഗിൻ്റെ അവിടെ ലോഗിൻ മാറിയിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സ് അവിടെ കാണിക്കും. അത് വന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മറ്റേ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സൈൻ ഇൻ യുവർ വാളറ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സോ നമ്മുടെ കണക്ട് ആയിട്ടുണ്ട് നമ്മുടെ വാളറ്റ് ഈ കാറുമായിട്ട്. അതായത് നമുക്ക് മേളിൽ കാണാം, ഇവിടെ അഡ്രസ്സ് അവിടെ മേളിൽ കാണിച്ചിട്ടുണ്ട്. സോ അതിനർത്ഥം നമ്മുടെ വാളറ്റ് കണക്ട് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരു ടാസ്ക് ചെയ്യേണ്ടത്. അതായത് വീക്കിൽ നമുക്ക് ഒരു ടാസ്ക് ചെയ്ത് കഴിയണമെങ്കിൽ നമുക്ക് അവിടെ 50 പോയിന്റ് കിട്ടും. അപ്പോൾ ഇതിലാദ്യം കിട്ടുന്ന ടാസ്ക് നമുക്ക് ചെയ്യാം. അതായത് ഓവർടേക്ക് എന്നൊരു സാധനം കിടക്കുന്നുണ്ട്, നമുക്ക് അതങ്ങ് ചെയ്യാം. ജോയിൻ കൊടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടത് നോക്കുക. അതായത് നമുക്ക് ഇവിടെ ഫോളോ ഓവർടേക്ക് ഓൺ എക്സ് ഉണ്ട്. അതായത് നമ്മൾ ട്വിറ്ററിൽ പോയിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യണം. സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ട്വിറ്ററിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ഫോളോ എടുക്കുക. ഫോളോ കൊടുത്തിട്ട് നമ്മൾ ബാക്ക് വരിക. എന്നിട്ട് നമ്മൾ പഴയ നമ്മുടെ കാറിൻ്റെ അങ്ങോട്ട് വരിക. കാറിൻ്റെ ഫോൾഡർ എടുക്കുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലെയിം ആക്കുക. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരു ടാസ്ക് മാത്രം നമ്മൾ വീക്കിൽ കംപ്ലീറ്റ് ആക്കാൻ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ബിനാൻസിൽ നമുക്ക് നമ്മുടെ എയർ ഡ്രോപ്പിൽ നമുക്ക് 50 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മളെ ബിനാൻസിന്റെ അങ്ങോട്ട് തന്നെ പോവുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ അത് ക്ലെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട്. 50 പോയിന്റ് ക്ലെയിം വന്നിട്ടുണ്ട്. സോ നമ്മൾ ക്ലെയിം കൊടുത്താൽ മതിയായിരിക്കും. നമുക്ക് 50 പോയിന്റ് നമുക്ക് ഇവിടെ മേളിൽ ആഡായിട്ടുള്ളതായിരിക്കും. ഓക്കെ, ആഡായിട്ടുണ്ട് മേളിൽ. കണ്ടോ, മേളിൽ നമുക്ക് 130 ബാലൻസ് ഇപ്പോൾ കിടപ്പുണ്ട് കറന്റ്. അപ്പോൾ ഇതിലെ വേറൊരു ഇവന്റ്, നെക്സ്റ്റ് ഇവന്റ് വരുന്നതാണ്. നമുക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാണാം. ഡേ 1 10, ഡേ 2 10, 15, 15, 20, 20, 30 അങ്ങനെ പോകുന്ന കൂടി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ഗ്യാസ് ഫീസ് അടയ്ക്കേണ്ടി വരും. വളരെ കുറച്ച് USD, അതായത് നമുക്ക് ഇപ്പോൾ പൈസ കണക്കിൽ മാത്രമേ ആവുന്നുള്ളൂ. സോ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ പകുതി കൂടുതൽ പേര് നമ്മൾ ഇട്ടിട്ട് പോകും. കാരണം എല്ലാവരും ഫ്രീ ചെയ്ത് ഇപ്പം ഇങ്ങനത്തെ വരുവാണെങ്കിൽ ആരും ചെയ്യാറില്ല. സോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധിക്കുന്നില്ല. അതായത് കുറച്ച്, അതായത് $1 ഒരു മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നല്ലൊരു ചാൻസ് ആയതുകൊണ്ടാണ് പറയുന്നത്. താല്പര്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. സോ എന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. നമ്മൾ അതിന് നമ്മൾ ബിനാൻസിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ബിനാൻസ്. ഇത് എക്സ്ചേഞ്ച്, ഇത് എക്സ്ചേഞ്ച് ആണ് മേളിൽ. അത് നമുക്ക് അറിയാമല്ലോ, മേളിൽ എക്സ്ചേഞ്ച് ഉണ്ട്, Web3 വാളറ്റ് ഉണ്ട്. Web3 വാളറ്റ് എടുക്കുക. അപ്പോൾ ഈ Web3 വാളറ്റിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ റിസീവ് കൊടുക്കുക. ഓക്കെ, റിസീവ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കാണാം മൂവ് ഫണ്ട്സ് ഫ്രം എക്സ്ചേഞ്ച് ടു Web3 വാളറ്റ്. അപ്പോൾ അത് എടുക്കുക, ട്രാൻസ്ഫറിന് കൊടുക്കുക. സോ നമുക്ക് ഇതിൽ BNB ആണ് നമ്മൾ കൺവേർട്ട് ആക്കേണ്ടത്. BNBയിലാണ് നമുക്ക് വേണ്ടത്. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമുക്കിവിടെ BNB ചെയ്യാൻ BEP20 ഉണ്ട്. BEP20 മാറ്റിയിട്ട് നമ്മൾ OP-BNB, ഇത് എന്തായാലും തെറ്റിക്കില്ല. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നോട് കാണിച്ചിട്ട് നമ്മൾ BNB ചെയ്യുന്നതായിരിക്കും വന്ന് കിടക്കുന്നത് ആദ്യം. സോ അത് മാറ്റിയിട്ട് നമ്മൾ OP-BNB സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫർ നിൽക്കുക. എന്നിട്ട് നമുക്ക്, അതായത് നമുക്ക് എത്ര, അത് മിനിമം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് $0.005, അതായത് 2.43 സംതിങ് ഡോളേഴ്സ് ഉള്ളൂ. സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇതിലേക്ക് നമ്മുടെ Web3 വാളറ്റിലേക്ക് മാറ്റാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വിഡ്രോ അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വാളറ്റിലേക്ക് വരും. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ മറ്റേതിലേക്ക് പോവുക, നമ്മുടെ ഇവന്റിന്റെ പേജിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് സൈൻ ചെയ്യാൻ പറയും. എന്നിട്ട് ചെറിയൊരു വളരെ തുച്ഛമായിട്ടൊരു രീതിയിൽ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഞാനിപ്പോൾ ക്ലെയിം കൊടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് അധികം ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു പോയിന്റ് സംതിങ് ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും. സോ ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് എന്തായാലും നമ്മൾ ചെയ്യണം. കാരണം യൂസേഴ്സ് മാക്സിമം കുറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാവുന്ന ഷെയറും കൂടും. സോ എല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക.